മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ മാതൃകാപരമായാണ് സംസ്ഥാന സർക്കാർ പുനരധിവസിപ്പിക്കുന്നത്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ്. അതൊട്ടും വിസ്മരിക്കാതെ തന്നെ ഈ പ്രളയ ദുരിതബാധിതരായ ഇടുക്കിയിലെ ചിലരുടെ അവസ്ഥ കൂടി പൊതുജനം കരുതൽ സാർ മുന്നോട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാൻ പോവുകയാണ്. ഇടുക്കി കൊക്കയാറിൽ പ്രളയമുണ്ടായി 4.5 വർഷം കഴിഞ്ഞിട്ടും അർഹതപ്പെട്ട 9 കുടുംബങ്ങൾക്കാണ് 1 രൂപ പോലും നഷ്ടപരിഹാരം കിട്ടാത്തത്. റവന്യൂ വകുപ്പ് നഷ്ടം രേഖപ്പെടുത്തിയതിലെ സാങ്കേതിക പിഴവാണ് ഈ 9 കുടുംബങ്ങളെ ഇപ്പോഴും പെരുവഴിയിൽ തന്നെ നിർത്തുന്നത്. അന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ പേരിനു വേണ്ടിയല്ലാതെ പണിയെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കൊക്കയാറിലെ ആ 9 കുടുംബങ്ങൾ പെരുവഴിയിലാവില്ലായിരുന്നു. അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭ്യമാകുന്നതിന് വേണ്ടിയാണെന്ന് ഓർക്കണം, വർഷങ്ങളായി അവർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടായിരത്തി 2021 വെള്ളപ്പൊക്കത്തില് ഈ ഭാഗത്തുള്ള 26 വീടിൽ 23 വീട് നിശേഷം പോയി. അതിൽ കുറച്ചു പേർക്ക് സർക്കാർ 10 ലക്ഷം രൂപ കൊടുത്തു. കുറെ പേർക്ക് ശതമാനക്കണക്കിന് കുറച്ച് രൂപ മാത്രമേ. എല്ലാവരും കൂലിപ്പണി എടുക്കുന്നവരാണ്. ഞങ്ങൾക്കൊരു വീടില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുക. വീടുണ്ട്, പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്ക്. 2021 ഒക്ടോബർ 16 കൊക്കയാറിൽ ഉരുൾപൊട്ടലും പ്രളയവും ഉണ്ടായത്. പുല്ലകയാർ കരകവിഞ്ഞ് തീരത്തുണ്ടായിരുന്ന 23 വീടുകൾ വാസയോഗ്യമല്ലാതായി. എന്നാൽ ഇവരിൽ പലർക്കും അർഹമായ നഷ്ടപരിഹാര തുക കിട്ടിയില്ല. ചിലർക്ക് ശതമാനക്കണക്കിലുള്ള തുക അനുവദിച്ചു. മുൻപൊരിക്കൽ അവർ നമ്മളോട് അവരുടെ വിഷമം പറഞ്ഞതാണ്. അതിനൊരു മാറ്റവും ഇന്നും സംഭവിച്ചിട്ടില്ല. വീടിന്റെ പിറകെ മൊത്തം ഇടിഞ്ഞിരിക്കുവോ, ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇതിന്റെ അപേക്ഷയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇപ്പം കളക്ടറെ കണ്ടിട്ടുണ്ട്. കളക്ടർ വരെ റിപ്പോർട്ട് ചെയ്ത് മാറ്റി താമസിപ്പിക്കണമെന്നും പറഞ്ഞു. ദുരന്തം സംഭവിച്ച് 2 വർഷം കഴിഞ്ഞും നഷ്ടപരിഹാരം ലഭിക്കാതെ വന്നതോടെയാണ് അദാലത്തിൽ പങ്കെടുത്ത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ മുൻപിൽ 9 പേരും പരാതി നൽകിയത്. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ച് പുനഃപരിശോധനയ്ക്ക് ഉത്തരവിട്ടു. പരിശോധനയിൽ പരാതിക്കാർ നഷ്ടപരിഹാരത്തിന് അർഹരാണെന്ന് കണ്ടെത്തുകയും ഇവർക്ക് 10 ലക്ഷം രൂപ വീതം നൽകണമെന്നാവശ്യപ്പെട്ട് കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത ദിവസം ഇത് റവന്യൂ സെക്രട്ടറിക്ക് അയക്കുകയും ചെയ്തതാണ്. പക്ഷെ തുടർന്നുള്ള 2 വർഷം റവന്യൂ വകുപ്പിന്റെ വിവിധ ഓഫീസുകളിൽ തന്നെ അതങ്ങനെയിരുന്നു. പ്രകൃതി ദുരന്തമുണ്ടായി 4 വർഷം കഴിഞ്ഞതിനാൽ ഇനി തുക അനുവദിക്കാൻ കഴിയില്ലെന്ന് കാട്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയതോടെ ഇവരുടെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. ഒരായുസിന്റെ സമ്പാദ്യമെല്ലാം ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയവരാണ്. 4 വർഷം തന്നെ കൂടുതലാണ്. ഇനിയെങ്കിലും സർക്കാരിന്റെ ഇടപെടലിൽ ആ 9 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.